24 പരമ്പരയുടെ രണ്ടാം ഭാഗം നിഗൂഢതകളുടെ തിരുട്ടുഗ്രാമം. കുപ്രസിദ്ധി കൊണ്ട് രാജ്യത്ത് തന്നെ പേരെടുത്ത തസ്കര സംഘമാണ് തമിഴ്നാട്ടിലെ റാംജി നഗർ ഗാങ്. അതീവ സുരക്ഷ മറികടന്ന് ബിൽഗേറ്റ്സിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഗ്രീൻ കാർഡ് അടിച്ചു മാറ്റിയാണ് റാംജി നഗർ ഗാങ് രാജ്യാന്തര ശ്രദ്ധ നേടിയത്. ആ മോഷണം ഇന്ത്യയിലുണ്ടാക്കിയ രാഷ്ട്രീയ കൊള്ളക്കം ചെറുതല്ല. ആ റാംജി നഗർ ഗ്യാങ്ങിൻ്റെ മിൽ കോളനിയിൽ 24 സംഘം നടത്തിയ അതിസാഹസിക യാത്ര. ആ യാത്രയിലേക്ക് പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കുറുവാ സംഘത്തിന്റെ ഭീതി നിലനിൽക്കുമ്പോൾ കേരള പോലീസ് കുറുവാ സംഘത്തിന്റെ ഒളിസങ്കേതമെന്ന് കരുതുന്ന ട്രിച്ചിയിലെ റാംജി നഗർ കോളനിയിലേക്കാണ് 24 സംഘത്തിന്റെ യാത്ര. കേരള പോലീസും തമിഴ്നാട് പോലീസും യൂണിഫോം ഇട്ട് അകത്തേക്ക് കയറാൻ പേടിക്കുന്ന റാംജി നഗർ കോളനി. അവിടെ ചില കാഴ്ചകൾ കാണാനുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തസ്കര സംഘങ്ങൾ കേരളത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്. അതിൽ പ്രധാനികളാണ് റാംജി നഗർ ഗ്യാങ്. തൃച്ചി റാംജി നഗർ മിൽ കോളനിയിലെ തസ്കര സംഘം. പാൻ ഇന്ത്യൻ മോഷ്ടാക്കൾ ഗ്രാമത്തിലെത്തി മോഷണം മുതൽ തിരിച്ചുപിടിക്കാൻ പോലീസ് കുറച്ചു വിയർക്കും. അത്രയും ശക്തമാണ് റാംജി നഗറിലെ നിരീക്ഷണം. പോലീസുകാർ തന്നെ ഇത് സമ്മതിക്കുന്നു. അങ്ങോട്ടേക്കാണ് 24 സംഘം എത്തിയത്. പരിചയമില്ലാത്ത 2 പേർക്ക് കോളനിയിൽ എന്ത് കാര്യമെന്ന് ചോദ്യം. പിന്നാലെ ആളുകൂടി. ഒടുവിൽ കോളനിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് വീണ്ടും കോളനിയിലെത്തി. സാധാരണ ഗല്ലികളിൽ കാണുന്ന കാഴ്ചകളല്ല കണ്ടത്. ആഡംബരത്തിന്റെ പര്യായമായ ഒരു തിരുട്ടു ഗ്രാമം. കേരളത്തിൽ കുണ്ടിലും കുഴിയിലും ഒളിച്ചിരുന്ന് മോഷണം നടത്തുന്ന തിരുട്ടു ഗ്രാമത്തിലെ അംഗങ്ങൾ തമിഴ്നാട്ടിൽ നയിക്കുന്നത് രാജകീയ ജീവിതം. ഞങ്ങൾക്ക് പുറകിൽ കാണുന്ന ഈ ആഡംബര വീടുകളിലാണ് മോഷണ മുതലുകൾ വിറ്റുകിട്ടിയ പണം കൊണ്ട് ആഡംബര ജീവിതം ഈ കള്ളന്മാർ നയിക്കുന്നത്. അംബാനിയുടെ മകന്റെ വിവാഹവേദിയിൽ നിന്ന് ലാപ്ടോപ്പ്, സാക്ഷാൽ ബിൽഗേറ്റ്സിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സ്യൂട്ട് കേസ്, കാസർഗോഡ് നിന്ന് 50 ലക്ഷം രൂപ. അങ്ങനെ രാജ്യവ്യാപകമായി നടത്തിയ മോഷണ മുതൽ കൊണ്ടാണ് ഈ വീടുകൾ കെട്ടിപ്പൊക്കിയത്. AC-യും കാറും സ്വർണവുമെല്ലാം ഇവിടെ ഭദ്രമായുണ്ട്. 600 കുടുംബങ്ങളാണ് തൃച്ചിക്കടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നത്. 50-ലധികം മോഷ്ടാക്കൾ ഇതിലുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. ബാക്കിയുള്ളവർ മറ്റു ജോലികളിലേക്ക് മാറി. നാട്ടിലെ പറ്റി ഇപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നാട്ടിലെ പറ്റി. പക്ഷേ അതും അപ്പോഴേ അത് സത്യം പറഞ്ഞാൽ ഇവർ കുറുവാ സംഘമാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഈ തൃച്ചിയുള്ള തിരുട്ട് ഗ്രാമത്തിലുള്ളവർ ഈ കുറുവാ സംഘമാണെന്ന് അറിയില്ലായിരുന്നു. അതിപ്പോഴാണ് അറിയുന്നത് ഈ പേര്. ഇവിടെ ഇങ്ങനെ ടീംസ് ഉണ്ടെന്നറിയാം. സ്വന്തം നാട്ടിൽ നിന്ന് ഇവർ ഒരിക്കലും മോഷ്ടിക്കാറില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള റാംജി നഗർ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസുകളുമില്ല. പക്ഷേ മുംബൈ, കർണാടക, കേരള പോലീസുകൾ എല്ലാ മാസവും ഇങ്ങോട്ടേക്കെത്തും തൊണ്ടിമുതലുകൾ പിടിച്ചെടുക്കാൻ. മോഷ്ടാക്കളുടെ ഗ്രാമമെന്ന ദുഷ്പേര് മാറ്റാനുള്ള ശ്രമത്തിലാണ് റാംജി നഗർ. പക്ഷേ ഒരു ദിവസം ഇരുട്ടി വെളുക്കുന്നത് പോലെ അതങ്ങനെ മാറുകയുമില്ല. ഇപ്പോഴുമുണ്ട് 50-ലധികം മോഷ്ടാക്കൾ ഈ ഗ്രാമത്തിൽ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മോഷണത്തിന് പോകുന്ന ഈ സംഘത്തെ തിരിച്ചറിഞ്ഞ് വിവരശേഖരണം നടത്താൻ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കഴിയാതെ ഇരുന്നാൽ അത് നാട്ടുകാരുടെ ഉറക്കം ഇനിയും കെടുത്തും. വിഷ്ണു സുരേഷിനും അഭിജിത്തിനുമൊപ്പം എസ് ശ്യാംകുമാർ, 24 ട്രിച്ചി.
നിരീക്ഷണത്തിന് എപ്പോഴും ആളുകളുള്ള തെരുവാണ് മിൽ കോളനിയിലേത്. പുറത്തുനിന്ന് ആര് ഗ്രാമത്തിലെത്തിയാലും അപ്പോൾ തന്നെ ആളുകൾ വാച്ച് ചെയ്യും, അവരെത്തിച്ചേരും. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടാൽ ജീവൻ തന്നെ ചിലപ്പോൾ അപകടത്തിലായെന്ന് വരും. ഞങ്ങളുടെ പ്രതിനിധികളെയും രാംജി നഗർ ഗ്യാങ് തടഞ്ഞു. തലനാരിഴയ്ക്കാണ് വിഷ്ണു സുരേഷും എസ് ശ്യാംകുമാറും ഉൾപ്പെടുന്ന 24 വാർത്താ സംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ നമ്മോട് പറയും. ശ്യാംകുമാറും വിഷ്ണു സുരേഷും തത്സമയം ചേരുന്നു. ഏത് സാഹചര്യത്തിലാണ് അവർ നിങ്ങളെ വളഞ്ഞത്? അപ്പോൾ ഏതാണ്ട് സമയം എത്ര മണിയാണ്? SKN ഏകദേശം വൈകിട്ടൊരു 6 മണിയോടുകൂടിയാണ് ഞങ്ങൾ ആ കോളനിയിലേക്ക് എത്തുന്നത്. ഇത് തന്നെയാണ് സ്ഥലമെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഒരു ശ്രമം എന്ന രീതിയിൽ പോയത്. അങ്ങോട്ടേക്ക് എത്തി ഈ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ നടക്കണം ഈ പ്രധാന കവാടത്തിലേക്ക് എത്തണമെങ്കിൽ, ഗ്രാമത്തിന് കവാടത്തിൽ. അവിടെ അങ്ങോട്ടേക്ക് നടക്കുന്ന സമയത്ത് തന്നെ ആളുകൾ എത്തി. അവർ ആദ്യം ചോദിച്ചത് നിങ്ങൾ പോലീസുകാരാണോ എന്നാണ്. പിന്നീട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്തിനാണ്, എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ആ പ്രദേശത്ത് നിന്ന് ഒന്നിൽ കൂടുതൽ ആളുകൾ, ആദ്യം ഒരാളാണ് ചോദ്യം ചെയ്തതെങ്കിൽ പിന്നീട് അത് 3, 4, 5 പേരായി വരുന്നു. നിങ്ങൾ എന്തിനാണ് വന്നത്, എങ്ങോട്ടേക്കാണ് പോക്ക് എന്നെല്ലാം ചോദിച്ചു. നമ്മൾ പറഞ്ഞു റൂം എടുക്കുന്നതിന് വേണ്ടി വന്നതാണ്, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെന്നൈക്ക് പോവുകയാണ്, അക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അവിടെ നിന്ന് അവർ തന്നെ ഈ 500 മീറ്റർ നമ്മളോടൊപ്പം നടന്ന് മെയിൻ റോഡിലേക്ക് കൊണ്ടുനിന്ന് ആക്കുകയായിരുന്നു. ഇനി നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് വിടുകയായിരുന്നു. പിന്നീട് അടുത്ത ദിവസമാണ് നമ്മൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാനായത്. SKN. ഓക്കെ, നിങ്ങൾ പിറ്റേന്ന് വെളുപ്പിനാണോ അതിനകത്ത് കടന്നത്? SKN രാവിലെ 5 മണിയോടുകൂടി പിന്നീട് അന്ന് രാത്രി സത്യം പറഞ്ഞാൽ നമുക്കവിടെ പൂർണ്ണമായിട്ടും കയറാൻ പറ്റാത്തതിനെ തുടർന്ന് നമുക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം പുലർച്ചെ 5 മണിയോടുകൂടി നമ്മൾ അവിടെ എത്തി. നമ്മൾ 3 പേർ, ക്യാമറമാനും വിഷ്ണുവും ഞാനും, അഭിജിത്തായിരുന്നു നമ്മുടെ ക്യാമറ. 3 പേരും 3 വഴിയിലൂടെ ആ ഗ്രാമത്തിൻ്റെ വിഷ്വൽ എന്തായാലും പരമാവധി വേഗത്തിൽ എടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ അകത്തേക്ക് കയറുകയായിരുന്നു. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറമാൻ ഓടി വരുന്നത് കണ്ടു. കാരണം അവിടെ നിന്ന് പലരും നോക്കുന്നുണ്ട്, ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് അവൻ പറഞ്ഞു. തൊട്ടു പിന്നാലെ ഞാൻ ആ ഒരു വിഷ്വൽ എടുത്തുകൊണ്ടിരുന്ന വീടിൻ്റെ വാതിൽ തുറന്ന ഒരാൾ പുറത്തേക്ക് വരികയും ചെയ്തു. അവിടെ നിന്ന് പിന്നീട് ഞങ്ങൾ 3 പേരും വിഷ്ണുവും റോഡിലേക്ക് അപ്പോഴേക്ക് എത്തി. ഞങ്ങൾ 3 പേരും വളരെ വേഗത്തിൽ തന്നെ അവിടെ നീങ്ങുകയായിരുന്നു. മെയിൻ റോഡിലേക്ക് വരുമ്പോഴാണ് ഒരാൾ നമ്മുടെ ക്യാമറമാൻ്റെ മുന്നിലേക്ക് വന്ന് എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ച് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഒരാൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അവിടെ നിന്ന് ഒരുവിധം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അപ്പുറത്ത് കടന്ന് നമ്മുടെ വണ്ടി നേരെ എതിർവശത്തായിരുന്നു, അവിടെ ചെന്ന് കയറി നമ്മൾ അവിടെ നിന്ന് നീങ്ങിയത്. പിന്നീടും പക്ഷേ അവിടെ നമ്മുടെ വാഹനത്തിൻ്റെ പുറകെ ഒരു ബൈക്കിലൊക്കെ ആയിട്ട് കുറച്ചധികം ദൂരം അവർ പിന്തുടരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പോയ ശേഷമാണ് നമ്മൾ ട്രിച്ച് ടൗണിലേക്ക് എത്തിയ ശേഷമാണ് ശരിക്കും നമ്മൾ സുരക്ഷിതരാണെന്നൊരു ബോധം നമുക്ക് പോലും ഉണ്ടായത്. SKN. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾ കുറച്ച് അറിഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഇതൊരു തിരുട്ട് ഗ്രാമമാണ്. മാത്രമല്ല ദേശീയ തലത്തിലൊക്കെ ശ്രദ്ധ നേടി ബിൽഗേറ്റ്സിൻ്റെ സംഭവമൊക്കെ അടിച്ചു മാറ്റിയെന്ന് അറിഞ്ഞപ്പോൾ അത് നല്ല പ്രാധാന്യത്തോടെ വാർത്തകളൊക്കെ വരികയൊക്കെ ചെയ്തു. എങ്ങനെയാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു സ്വഭാവം? അവിടെ 600 കുടുംബങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിൽ എത്ര കുടുംബങ്ങൾ ഈ മോഷണം മുതൽ കൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്? SKN ഇത് 936 അവിടെ ഒരു മില്ല്, ഒരു തുണിമില്ല് ആരംഭിച്ചിരുന്നു. അങ്ങോട്ടേക്ക് ജോലിക്ക് എത്തിയ ആളുകളാണ് ഈ കോളനിയിൽ താമസിക്കുന്നത്. അതിൽ അവരൊരു ആദ്യഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ 2 പേർ രാവിലെ ഈ മില്ലിൽ ജോലിക്ക് പോകും ഒരു കുടുംബത്തിലെ, ബാക്കിയുള്ള ആളുകൾ 2 പേർ രാവിലെ മോഷണത്തിനിറങ്ങും. ഇതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. പക്ഷേ പിന്നീട് ഇപ്പോഴത്തേക്ക് ഒരു 80-85 അല്ലെങ്കിൽ 90 എത്തുമ്പോൾ അവിടെയുള്ള ആളുകൾ ഈ ഗ്രാമത്തിൻ്റെ പേര് അല്ലെങ്കിൽ തിരുട്ട് ഗ്രാമം എന്ന പേരൊക്കെ വെളിയിൽ പ്രസിദ്ധപ്പെട്ടപ്പോൾ അവർ പരമാവധി മാറാനുള്ള ശ്രമം, പോലീസ് അടക്കം അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പോലീസുകാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന 50% ആളുകൾ ഇപ്പോഴും മോഷണത്തിൽ ഏർപ്പെടുന്നത്, ആക്റ്റീവ് കേസുകൾ അല്ലെങ്കിൽ ആക്റ്റീവ് മോഷ്ടാക്കളായ ഒരു 50 പേർ ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ വർഷം പോലും കേരളത്തിൽ നിന്ന് കേരള പോലീസ് അങ്ങോട്ടേക്ക് എത്തി ചില ആളുകളെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് അംബാനിയുടെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ലാപ്ടോപ്പൊക്കെ അടിച്ച്, അതീവ സുരക്ഷാ മേഖലയാണ്, അവിടെ നിന്ന് ലാപ്ടോപ്പൊക്കെ അടിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയും കണ്ണിങ് ആയിട്ടുള്ള മോഷ്ടാക്കളാണ് അവിടെ ഉള്ളത്. അവരുടെ ജീവിതം ഈ വസ്തുക്കൾ വിറ്റുകൊണ്ട് നയിക്കുന്ന ആഡംബര ജീവിതം, അവിടെ വീടുകൾ 2 നിലയിൽ കുറഞ്ഞ വീടുകളൊക്കെ കാണുക വളരെ വിരളമാണ്. പോലീസ് തന്നെ അംഗീകരിക്കുന്നു അവർ ജീവിക്കുന്നത് വലിയ രാജകീയ പദവിയിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അങ്ങോട്ടേക്ക് പോലീസിന് പോലും ചെല്ലാൻ പറ്റാറില്ല. അവരുമായി ഒരു ഡീൽ ഉറപ്പിച്ച ശേഷമാണ് ഈ തൊണ്ടിമുതലൊക്കെ പിടിച്ചെടുക്കുക. അത് മുഴുവനായി റിക്കവർ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ രാജകീയ ജീവിതമാണ് ഇവർ ഈ മോഷണ മുതലുകൊണ്ട് നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN. ഈ രാംജി നഗർ ഗ്യാങ്ങിനെ കുറിച്ച് നിങ്ങൾ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പോലീസിനോടൊക്കെ പറയാതെയാണോ നിങ്ങൾ ഈ കോളനിക്ക് അകത്ത് പോയത്, എന്തിനാണ് ഇത്തരം സാഹസിക യാത്ര നടത്തുന്നത് എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പോലീസുകാരോട് നിങ്ങൾ സംസാരിച്ചോ?
എസ് കെ, നമ്മൾ പോലീസുകാരോട് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒന്ന് സംസാരിച്ചിരുന്നു. നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ വൈകുന്നേരം 6 മണിക്ക് അവിടെ ചെന്ന ശേഷം പിന്നീട് നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ തപ്പിപ്പിടിച്ച് അവിടെ പോയി അവരോട് സംസാരിച്ചു. നിരുത്സാഹപ്പെടുത്താവുന്നതിൻ്റെ പരമാവധിയാണ് നമ്മളെ അവർ നിരുത്സാഹപ്പെടുത്തിയത്. ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത്, അത് അപകട മേഖലയാണ്, ഞങ്ങളുടെ സഹായം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ വന്ന് മോഷണം നടത്തുകയും അതിന് അവിടെ നിന്ന് പണവും സ്വർണവും ഒക്കെ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയിൽ അതെങ്ങനെയാണ് എന്നുള്ളത് അവരുടെ രീതി ഉൾപ്പെടെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ അവിടെ എത്തി നമുക്ക് സുരക്ഷിതമായി തന്നെ അവിടെ നിന്ന് ദൃശ്യങ്ങൾ പരത്തി നമ്മൾ അവിടെ നിന്ന് പോരുകയും ചെയ്തു. പിന്നീട് പോലീസിനോട് നമ്മളിത് പറയുമ്പോഴും അവർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ചെയ്തത് റിസ്ക് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. നേരത്തെ ഈ പോലീസുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളവിടെ പോലീസുകാർക്ക് ഇവരെ പേടിയുള്ളതായിട്ട് തോന്നിയോ? പോലീസുകാർക്ക് നമ്മൾ സംസാരിച്ച പോലീസ്, അതായത് ഈ റാംജി നഗർ കോളനി ഇരിക്കുന്ന സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാരെയാണ് നമ്മൾ സംസാരിച്ചത്. അവരുമായൊരു സൗഹൃദം എന്ന് പറയുന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമമൊക്കെ ഈ പോലീസുകാർ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പോലീസുകാർക്കപ്പുറം നമ്മൾ പുറത്തു നിന്ന് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് പോലീസുകാരോട് അവർക്കുള്ളൊരു സൗഹൃദം നമ്മളോട് ഉണ്ടാകണമെന്നില്ല. പോലീസുകാർക്ക് അവരങ്ങനെ അത്ര ഭയമൊന്നുമില്ല. കാരണം പോലീസുകാർ ഒരു ഡീൽ ഉറപ്പിച്ച ശേഷമാണ് പല റിക്കവറികൾ നടത്തുന്നത്. ഈ തമിഴ്നാട് പോലീസാണ് ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പോലീസുകാർക്ക് ഈ ഗ്രാമത്തിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദവും അതല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കയറാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ പോലീസുകാർക്ക് അവരെ ഭയമുള്ളതായി തോന്നുന്നില്ല. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. പലതവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പറ്റുന്നില്ല. പക്ഷേ കുറേ ആളുകളൊക്കെ, അതും കൂടി എടുത്തു പറയേണ്ടതാണ്, കുറേ ആളുകളൊക്കെ നല്ല ജോലികളൊക്കെ തേടി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴും ഈ തിരുട്ട് ഗ്രാമം എന്ന പേര് അവിടെ നിൽക്കുന്നു. 50-ലധികം കള്ളന്മാർ അവിടെ ഉണ്ട്. അടിക്കടി പോലീസും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പല പ്രധാനപ്പെട്ട മോഷണങ്ങൾ നടത്തിയ ശേഷം ഇവർ അവിടെ ഒളിക്കുന്നുണ്ട്. അതൊക്കെയാണ് ആ ഗ്രാമത്തിൻ്റെ പേര് ഇപ്പോഴും മാറ്റുന്നതിന് അല്ലെങ്കിൽ ഈ കുപ്രസിദ്ധി മാറാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. എസ് കെ, ഈ റാംജി നഗർ ഗാങ്ങിലുള്ള ആളുകൾ, നമ്മൾ സാധാരണ അപരിചിതരായ ആൾക്കാർ ആരെങ്കിലും ഈ ഗ്രാമത്തിലേക്കോ കോളനിയിലേക്കോ കടന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ കണ്ടുപിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അഥവാ നമ്മൾ ഈ ഒരു വാർത്താ ചാനലിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നവരാണ് എന്ന് അവർക്ക് മനസ്സിലായാൽ അവർ കൈകാര്യം ചെയ്യുമോ? ഉറപ്പായിട്ടും എസ് കെ, അങ്ങനെ ഒരു സാധ്യത പോലും അവിടെ അവരുടെ മുന്നിലേക്ക് നമുക്ക് വെക്കാൻ പോലും പറ്റില്ല. കാരണം പോലീസുകാർ തന്നെ പിന്നീട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവിടെ മുൻകാലങ്ങളിലൊക്കെ പത്രപ്രവർത്തകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളൊക്കെ ചെയ്യാനായിട്ട് അവിടെ ചെന്ന് കയറിയവരെ അവർ തന്നെ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ക്യാമറയുമായിട്ടൊന്നും അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അതിന് മറ്റു മാർഗ്ഗങ്ങളിലൂടെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ അവിടെ ശേഖരിച്ചത്. അതുമാത്രമല്ല, ഈ കള്ളന്മാരെക്കുറിച്ച് പറയുമ്പോൾ പോലീസിന് 100 നാവാണ്. കാരണം മറ്റ് കുർവാ സംഘങ്ങളിൽപ്പെട്ട കള്ളന്മാരെ പോലെ അല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവർ ഈ നമ്മളുടെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് മോഷണം നടത്തി അവിടെ നിന്ന് ആ മോഷ്ടിച്ച വസ്തുക്കൾ മാറ്റുന്ന ഒരു കള്ളന്മാരാണ്. അതിന് പുറമെ ഇവർ പോലീസുകാരുടെ, പട്ടാളക്കാരുടെ, ഡോക്ടർമാരുടെ ഒന്നും വീട്ടിൽ കയറി മോഷ്ടിക്കില്ല. കള്ളന്മാരാണെങ്കിലും എത്തിക്സ് ഉള്ളവരാണ്. അതിനപ്പുറത്തേക്ക് സ്ത്രീകളും ഗർഭിണികളായ സ്ത്രീകളുള്ളതും ചെറിയ കുട്ടികളുള്ളതുമായ വീടുകളിലൊന്നും മോഷ്ടിക്കില്ല. പകൽ സമയത്ത് മാത്രമേ ഈ സംഘം മോഷ്ടിക്കാൻ ഇറങ്ങിയുള്ളൂ, രാത്രിയിൽ മോഷ്ടിക്കില്ല. അതൊക്കെയാണ് ഈ റാംജി നഗർ ഗ്യാങ്ങിനെ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട മാർഗം. പിന്നെ ഇവർ കത്തിയോ മറ്റോ ഉപയോഗിച്ച് ആരെയും ഉപദ്രവിക്കില്ല. രക്തം കാണുന്ന ഒരു പരിപാടിക്കും അവർ നിൽക്കില്ല. അവരുടെ ഒരു വിരുതാണ് ആളുകളെ കണ്ണു തെറ്റിച്ചുകൊണ്ട് മോഷ്ടിക്കുക. അത് അംബാനിയുടെ വീട്ടിലാണെങ്കിലും നടന്നത് തന്നെയാണ്. നമ്മളുടെ ബിൽഗേറ്റ്സിൻ്റെ സെക്രട്ടറിയുടെ ഗ്രീൻ കാർഡ് അടിച്ചുകൊണ്ട് പോകുമ്പോഴും നടന്നത് തന്നെയാണ്. കാസർഗോഡ് ATMൻ്റെ 50 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയപ്പോഴും നടന്നത് തന്നെയാണ്. വളരെ ബിരുദന്മാരാണ്, പക്ഷേ ആരെയും ഉപദ്രവിക്കില്ല. പോലീസിന് അതുകൊണ്ട് തന്നെ ആ കള്ളന്മാരെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊരു കരുതലൊക്കെ ഉണ്ട്. എസ് കെ, ഒരു കാര്യം കൂടി, ഇപ്പോൾ കേരളത്തിലെ ഈ നമ്മുടെ നാടിൻ്റെ ഉറക്കം കെടുത്തിയ ഈ കുറുവ മോഷ്ടാക്കളിൽ ആരെങ്കിലും ഈ ഗ്രാമത്തിൽ ഉള്ളതായി നമുക്ക് സൂചന കിട്ടിയോ? എസ് കെ, ഈ ഗ്രാമത്തിൽ ആദ്യഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ, അതായത് ഈ ഒരു 1936-ലൊക്കെയാണ് അവിടെ ഈ ഗ്രാമം ഉണ്ടാകുന്നത്, ആ പേര് വരുന്നത് അങ്ങനെയാണ്. ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന മോഷ്ടാക്കൾ പലരും ഒരു 70-80 അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവർ പലരും മറ്റ് തിരുട്ട് ഗ്രാമങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അവർ ഈ കുറുവ സംഘങ്ങളിൽപ്പെട്ട ആളുകളാണ് എന്ന് പറയുന്നു. ഈ സന്തോഷിൻ്റെ അടക്കം കാര്യങ്ങൾ നമ്മൾ പോലീസുമായി സംസാരിച്ചിരുന്നു. ആ സന്തോഷിൻ്റെ സാന്നിധ്യം അവിടെ ഈ തമിഴ്നാട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ റാംജി നഗറുമായി ബന്ധപ്പെട്ട് ചില ബന്ധങ്ങളൊക്കെ സന്തോഷിനുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ കോളനിയിൽ നിന്ന് പുറത്തേക്ക്, അത് മറ്റ് തിരുട്ട് ഗ്രാമങ്ങളിലേക്ക് പോയ ആളുകൾക്ക് കുറുവ സംഘവുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നാണ്. പക്ഷേ റാംജി നഗർ ഗ്യാങ് എന്ന പേരിൽ നിലവിൽ അറിയപ്പെടുന്ന സംഘങ്ങൾ, അവർക്ക് ഈ കുറുവയുമായി അല്ലെങ്കിൽ കുറുവ സംഘവുമായി ബന്ധമില്ല. അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി തന്നെ നേരത്തെ ശാന്തേട്ടൻ പറഞ്ഞാൽ അത് വേറൊരു മോഡസ് ഓപ്പറാൻഡിയാണ്. അത് പോലീസിനും അതോടൊപ്പം തന്നെ ഈ പാൻ ഇന്ത്യൻ മോഷ്ടാക്കളാണ് ഇവർ. ഒരു പ്രദേശത്ത് മാത്രമല്ല, പാൻ ഇന്ത്യൻ മോഷ്ടാക്കളാണ്. അപ്പോൾ അവർ അത്ര
ഈ ആക്രമിച്ച് അങ്ങനെ മോഷ്ടിക്കുന്ന ആളുകളല്ല. പക്ഷേ അവരൊരു കാര്യം മോഷ്ടിക്കണമെന്ന് വിചാരിച്ചാൽ മോഷ്ടിച്ച് കൊണ്ടുപോകും. അവർക്ക് അക്രമ സ്വഭാവമില്ല എന്നുള്ളതാണ് രാംജി നഗർ ഗ്യാങ്ങിൻ്റെ പ്രത്യേകത. ഇവിടെ നിന്ന് ആളുകൾ മറ്റിടങ്ങളിലേക്ക് മറ്റ് തിരുട്ട് ഗ്രാമങ്ങളിലേക്ക് പോയി കുറുവ സംഘങ്ങളിൽ ചേർന്നിട്ടുണ്ട് എന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. എസ് കെ, നാളെ നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ്? നാളെയാണ് എസ് കെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. കാരണം അത് അവരാണ് കേരളത്തിൽ വന്ന് ഈ കുഴപ്പങ്ങൾ മൊത്തം കാണിച്ച നമ്മളുടെ അതിർത്തി സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ. അവരുടെ വിശദാംശങ്ങളൊക്കെ കുറച്ച് ഭീകരമാണ്. അത് നാളെ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു പറയും. എസ് കെ, ഓക്കെ, നമ്മുടെ കുറുവയെ നാളെ കണ്ടെത്തും അല്ലേ? ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശ്യാംകുമാറും വിഷ്ണു സുരേഷുമാണ് അപകടം നിറഞ്ഞ ഈ ലോകത്തേക്ക് യാത്രയായത്. അവർ തീർച്ചയായിട്ടും സാഹസികമായ യാത്ര തന്നെയാണ്. ഈ കുറുവ മോഷ്ടാക്കൾ എന്ന പേരിൽ കേരളത്തിൽ നമ്മുടെ നാട്ടുകാരെ ഉറക്കം കെടുത്തുന്ന ആൾക്കാരുടെ വേരുകൾ തേടിയുള്ള ഒരു അന്വേഷണം, അതാണ് അവർ നടത്തിയത്. എന്നാലും നാളെ കുറച്ചുകൂടി ഈ കുറുവ സംഘത്തിലുള്ള ചില ആൾക്കാർ താമസിക്കുന്ന ഇടങ്ങളിലൂടെയാണ് അവർ യാത്ര ചെയ്തത്.